കഴിഞ്ഞ ദിവസം സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ചെറുവാടിക്കും അഭിമാന നിമിഷം. TP അബ്ദുള്ള ചെറുവാടിക്കാണ് മാപ്പിളപ്പാട്ട് രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയായ ചെറുവാടിക്കും അഭിമാനിക്കാനേറെ വകയുണ്ട്. ചെറുവാടി സ്വദേശിയായ TP അബ്ദുള്ളയാണ് മാപ്പിളപ്പാട്ട് രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് ഇത്തവണത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഇത്തവണ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയല്ലോ, എന്ത് തോന്നുന്നു? ഇപ്പോൾ 10-40 വർഷത്തെ ഈ മാപ്പിളപ്പാട്ട് രംഗത്തെ ഈ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഇത്തവണ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവാർഡ് നേരത്തെ കിട്ടണമെന്ന് പലരും എന്നോട് അഭിപ്രായപ്പെടാറുണ്ട്. പക്ഷെ ഏതായാലും ഈ വൈകിയ നിമിഷത്തെങ്കിലും അത് ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ 10-40 വർഷമല്ല, എത്രത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ രംഗത്ത് ഈ പാട്ടുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്? അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും 1000-ൽ ചില്ലാനം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ മാപ്പിളപ്പാട്ടുണ്ട്, അല്ലാത്ത പാട്ടുകളുമുണ്ട്. മാപ്പിളപ്പാട്ട് മാത്രമല്ല, ഒരു മറ്റു പല മേഖലകളിലും പാട്ടുകൾ എഴുതിയിട്ടില്ലേ? അതെ, ഇതിലുള്ള രാഷ്ട്രീയ ഗാനങ്ങൾ, മദ്ഹി ഗാനങ്ങൾ, അതുപോലെ തന്നെ ഹോം സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഗാനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കുട്ടി കവിതകൾ, അങ്ങനെ പലതരത്തിലുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഈ പാട്ടുകൾ. എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്? ഏതൊക്കെ സ്കൂൾ കലോത്സവങ്ങളിൽ സാധാരണ പാടുന്ന പാട്ടുകൾ പരമ്പരാഗത മാപ്പിളപ്പാട്ടുകളാണ്. അത് 1997 ഞാൻ എഴുതിയിട്ടുള്ള പാട്ടിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് വെച്ചായിരുന്നു ആ മത്സരം നടന്നിരുന്നത്. അതിനുശേഷം 2000-ലും 2007-ലും 2010-ലും അവസാനമായി 2025-ൽ അതായത് കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിലും എൻ്റെ പാട്ടിന് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. താങ്കൾ എഴുതിയൊരു പാട്ട് യേശുദാസൊക്കെ പാടിയില്ല, ആ പാട്ട് ഏതായിരുന്നു? യേശുദാസ് പാടിയിട്ടുള്ള പാട്ട് ആലമ്മഗന്ധം നേബിത്താമും വളർന്നിടയതിമതി ഹിതമതി ലഹദിയത്തവൻ ഹുതമതു തമ മികവുറ്റോരഹമദരാം മമതാ സമദാ സബബാ ജഗമാ മികവാതികവ മമതാ സമദാ സബബാ ജഗമാ മികവാതികവ പുകളിട്ടൊരു ധീരരാം. ഈ ഒരു പാട്ട് വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ്. പക്ഷെ താങ്കളാണ് ഈ പാട്ട് എഴുതിയെന്ന് പക്ഷെ ആർക്കും അറിയാനുള്ള ഒരു സാധ്യത ഇല്ലായിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഈ പാട്ട് ഞാൻ ജഡ്ജ്മെന്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ പാടുന്ന കുട്ടികൾ മർഹൂം TP അബ്ദുള്ള ചെറുവാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മരിച്ചുപോയ ഒരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ഒരു അനുഭവത്തിലുണ്ടായ ഒരു സംഭവമാണ്. നമുക്ക് എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഉടനെ തന്നെ സ്റ്റേജിൽ പോയിട്ട് അയാളിതാ ജീവിച്ചിരിക്കുന്നു, എന്തിനാളെ മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ പോലെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവങ്ങളിലൊന്നും അല്ലാതെ വേറെ ഏതൊക്കെ ലെവലിലാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്? ഞാൻ കുറെ രാഷ്ട്രീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെന്റുകൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പടപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു ഇറക്കിയിട്ടുള്ള 2021 2021-ൽ 1921 കഥകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു പടപ്പാട്ട് എഴുതി. പടച്ചിന്ത്, ചെറുവാടി പടച്ചിന്ത് എന്നായിരുന്നു അതിന്റെ പേര്. അത് ചെറുവാടിയിലുള്ള ശുഹദാക്കളെ കുറിച്ചുള്ള ഒരു ചരിത്രം ചെറിയൊരു സിനിമ മോഡലാക്കുകയും അത് അതിന്റെ പടപ്പാട്ട് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഏതിന്റെ പണിപ്പുരയിലാണുള്ളത്? ഇപ്പൊ ഞാൻ ഇവിടെ പിന്നെ മാപ്പിള കലകളെ കുറിച്ച്, അതായത് ഞാനും എൻ്റെ സുഹൃത്ത് കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. അതിൽ തന്നെ എൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, കുന്നമലം CK അലിക്കുട്ടി. അദ്ദേഹം കൂടെ ചേർന്നിട്ട് ഒരു നല്ല ഗ്രന്ഥം ഇറക്കുന്നുണ്ട്. അതിൽ ഒപ്പന, കോലിക്കളി, അറബന, ദഫ് തുടങ്ങിയവയുടെ ഒരു സമഗ്ര പഠനമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ചെറുവാടി അല്ലെങ്കിൽ ഒരു ഗ്രാമീണ മേഖലയിലേക്ക് നാടൻ കലാരൂപങ്ങളാണെങ്കിൽ ഒക്കെ ആണെങ്കിലും ഈ അവാർഡുകളൊന്നും അങ്ങനെ ഇത്തരം ഗ്രാമീണ മേഖലയിലേക്ക് വല്ലാതെ എത്തിപ്പെടാറില്ല. പ്രത്യേകിച്ച് ചെറുവാടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മാപ്പിള കലയുടെ എൻ്റെ പ്രവർത്തന പുരോഗതിക്ക് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ
എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയൊരു നല്ലൊരു അനുഭവം തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ. ഭാര്യയുടെയും മക്കളെയും കുടുംബത്തിൻ്റെതുള്ള പിന്തുണ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എല്ലാവരും, എൻ്റെ ഉമ്മ മരിച്ചുപോയി. ഉമ്മ ഇതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിരുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ തന്നെ എൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും എൻ്റെ അഞ്ചന്മാരാണെങ്കിലും ജ്യേഷ്ഠൻ്റെ മക്കളാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും ഒക്കെ, അതിലൊക്കെ ഉപരി ഈ നാട്ടിലുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഈ ചെറിയ ഈ 14-ാം വാർഡിലുള്ള തെനങ്ങാപ്പറമ്പ് ഉൾപ്പെടുന്ന ഇവിടെയുള്ള ആളുകൾ പൊതുവിലെല്ലാവരും ഒരു കലാകാരന്മാരാണ് എല്ലാ നിലക്കും. അവരൊക്കെ നല്ല അകമഴിഞ്ഞ സഹകരണവും സേവനവും എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഒരു പാട്ട് കൂടി പാടി അവസാനിപ്പിച്ചാലോ? ഞാൻ ഈ കഴിഞ്ഞ വർഷം എൻ്റെ പാട്ടിനാണ് പിന്നെ മലപ്പുറം ജില്ലയിൽ 1-ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ആ പാട്ടൊന്ന് പാടാം. താനവൻ തിരുപ്പേരന ദൈവിണ്ടേ, താനോൻ തിരുപ്പേരന ദൈവിണ്ടേ, തുതിയും സ്വലാത്തും തതിപുരങ്കെ തനിവേഗൻ ചോദനമാം ശിതമാൽ സുഹൃത സുലൈമാൻ മന്നർ കന്നം പെരുത്ത സുൽത്താനം വണ്ണർ മതിയോരുതവേകിലും അവർ ദൗര ഉറവാമന അവരമി സുത്തം ചരിത ഉശിരട കേൾവിൻ കുവലാം സൈറ ഹരിഷം മികവൾ കരസവ തണൽ ഒരു കസിലെഴുതിക്കും വക്കത്ത് പോയി ഹമ്മാമിൽ പിന്നെ കുളിത്ത് സാത്തനുമടുത്ത സൂത്തരപ്പെടുത്ത് സൂത്തരം പെടുത്ത്. പാട്ട് ഇതല്ലാതെ സാധാരണ രീതിയിൽ പാടാറുണ്ടോ പാട്ട്? സാധാരണ ഞാൻ പാടാറില്ല. പ്രത്യേകിച്ച് ഇത്തരം പാട്ടുകൾ പാടാൻ നല്ല പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ മോളും അതിൽ തന്നെ കുറെ നൂറുകണക്കിന് ശിഷ്യന്മാരും എനിക്കായിട്ടുണ്ട്. അവരാണ് ഈ സാറിന് ഈ പാട്ടുകളൊക്കെ പാടാറുള്ളത്. പൊതുവിൽ എൻ്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന നിയാസ് ചോലയാണ് എൻ്റെ പാട്ട് അധികവും പാടാറുള്ളത്. പിന്നെ ഞാൻ എഴുതുന്ന പാട്ടുകൾ ധാരാളം എൻ്റെ സംഘടനയുടെ ദേശീയ സെക്രട്ടറി കുന്നമംഗലം CK അലിക്കുട്ടി പാടാറുണ്ട്. അങ്ങനെ പല ആളുകളും പാടാറുണ്ട്. ഏതായാലും നമ്മുടെ വാർഡ് മെമ്പർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ആദരവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൂടി ഏറ്റുവാങ്ങ. ചെറുവാടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ഇത്തവണ ചെറുവാടി തെനേങ്ങപ്പറമ്പ് സ്വദേശി TP അബ്ദുള്ളയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയും കൂടുതൽ ഇത്തരം നല്ല പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറാമാൻ ആദർശ് തോട്ടുമുഖത്തിനോടൊപ്പം സി ഫസൽ ബാബു.